ഇപ്പോൾ ചേർന്ന് ഒരു പാട്ടുപാടും. ആ സമയത്ത് നമുക്ക് സ്തോത്ര കാഴ്ച എടുക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. രോഗത്തിനെന്മേൽ കാര്യമില്ല, ശാപത്തിനെന്മേൽ ജയവുമില്ല. രോഗത്തിനെന്മേൽ കാര്യമില്ല, ശാപത്തിനെന്മേൽ ജയവുമില്ല. ക്രൂശിലേശു ഇതെല്ലാം വഹിച്ചതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലേശു ഇതെല്ലാം വഹിച്ചതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ഇനിയും ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലേശു ഇതെല്ലാം സഹിച്ചതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലേശു ഇതെല്ലാം സഹിച്ചതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. നമ്മുടെ മലയാളി എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട PK സണ്ണിയെങ്കിൽ ഇപ്പോൾ കൃതജ്ഞത അർപ്പിക്കും. അതിനായിട്ട് ക്ഷണിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ വന്ദനം. ആദ്യമായിട്ട് ഇന്നത്തെ ഈ സായാഹ്നത്തിൽ പല പള്ളികളിൽ നിന്നും ഇവിടെ നമുക്ക് കൂടി വരുവാൻ തന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന വന്യാചാര്യന്മാരെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വർഗീസ് പടിഞ്ഞാറേക്കര അച്ഛൻ, ബൈജു ചാണ്ടി അച്ഛൻ, മാത്യു മത്തായി അച്ഛൻ, ജോസച്ചൻ വന്നിട്ടില്ല, ജോജി രാജനച്ഛൻ, റോണി മാത്യു അച്ഛൻ, ഇവരെ പ്രത്യേകമായിട്ട് ഇവിടെ വന്നു ചേർന്നതിൽ ഉള്ള നന്ദി അറിയിക്കുന്നു. വർഗീസ് പടിഞ്ഞാറക്കര അച്ഛൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്നു. അദ്ദേഹം ഇവിടെ സ്വാഗത പ്രസംഗം ചെയ്തു. ആ സ്വാഗത പ്രസംഗത്തിനായി പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അച്ഛൻ്റെ പ്രത്യേകമായ ശ്രമം കൊണ്ടാണ് ഈ കൺവെൻഷൻ വളരെ
വിജയകരമായിട്ട് നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചത്. രണ്ടാമതായിട്ട് ബൈജു ചാണ്ടി അച്ഛൻ ഇവിടുത്തെ മുൻ വികാരിയാണ്. അദ്ദേഹം അഹമ്മദാബാദ് ചർച്ചിലെ വികാരിയാണ് ഇപ്പോൾ. പക്ഷേ ഇത്ര നന്നായിട്ട് പ്രസംഗിക്കുമെന്ന് ഇവിടെ വികാരിയായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അത്ര അറിയില്ലായിരുന്നു. ഒരുപക്ഷെ 2000-ലെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത്. 25 വർഷത്തെ ബൈബിളിൽ നിന്ന് അദ്ദേഹം കുറിച്ചെടുത്ത്, ഡയറിയിൽ കുറിച്ചെടുത്തതിൻ്റെ പ്രചോദനമാണ് ഇവിടെ കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രി മുഴുവൻ സഞ്ചരിച്ച് അഹമ്മദാബാദിൽ നിന്ന് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് വന്ന അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പ്രാരംഭ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട റോണി മാത്യു അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ബൈബിൾ റീഡിങ് ചെയ്ത മിസ്സസ് ലിജി റൊണാൾഡിന് നന്ദി പറയുന്നു. മനോഹരമായ ഗാനം ആലപിച്ച കൊയർ ഗ്രൂപ്പിനുള്ള പ്രത്യേകം നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വീഡിയോഗ്രാഫ് ചെയ്യുന്ന മിസ്റ്റർ അവിനാഷിനുള്ള നന്ദി ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ ആഹാരം ക്രമീകരിച്ച് തന്നിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മർത്തമറിയം സമാജമാണ്. അവരോടുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അത് പാചകം ചെയ്തത് മോന എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടുത്തെ ഈ പള്ളിയുടെ ഗവേണിംഗ് ബോഡി മെമ്പേഴ്സിനോടും അതുപോലെ തന്നെ ഇവിടുത്തെ മെമ്പേഴ്സിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇതര സഭകളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ വിജയകരമായിട്ട് നിങ്ങളെല്ലാം വന്നതുകൊണ്ട് ഈ കൺവെൻഷൻ നടത്തുവാൻ സാധിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതൽ ആൾക്കാർ എനിക്കിവിടെ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ അച്ഛാ? അപ്പോൾ അതിനുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ കൂടി നമുക്ക് നടത്തുവാൻ സാധിച്ചാൽ വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നമുക്ക് സമാപനത്തിലേക്ക് കടന്നിരിക്കുന്നുവല്ലോ. ഒരു പ്രാവശ്യം കൂടി വന്യ വൈദികരോടുള്ള കൃതജ്ഞത, എല്ലാവരോടുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പുറത്തിറങ്ങി എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും പങ്കെടുത്തേ പോകാവുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സമാപന ആശീർവാദത്തിനായിട്ട് പ്രിയപ്പെട്ട ജോജിയസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, അനുഗ്രഹീതമായ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ തിരുവചനം ധ്യാനിക്കുവാനും അത് ശ്രവിക്കുവാനും തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. അപ്പം അതിനെ ഭാവിച്ചു തന്ന അവിടുത്തെ ഭക്ഷ്യത്തിനെ തിരുഭാഗം സമർപ്പിക്കുന്നു. കേട്ട വചനങ്ങൾക്കായി അടിയങ്ങൾ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. നിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറന്ന് നിന്നെ കാണുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ബർക്കുമോ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ ഒരുപാട് സംബന്ധവും ആവാസവും കർത്താവേ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ മേലും ദൂരെയും ചാര്യമായി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എന്നും എന്നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ.